നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ പൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2024 ജനുവരി മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള സമ്പൂർണ്ണ രാശിഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നില തൃപ്തികരമായി തുടരും. താൽപ്പര്യമില്ലാത്ത ദിക്കിലേക്ക് സ്ഥലം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിക്കും. ഈ മാസം ഇവർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഇവർക്ക് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കരുതിയിരിക്കണം. ഈ മാസത്തിൻ്റെ 2-ാം പകുതി സാമ്പത്തികപരമായി കൂടുതൽ മികച്ചതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി നേടാനാകും. ഇവർക്ക് ഭാഗ്യം അനുകൂലമായ ഒരു കാലമാണ്. കൂടാതെ ഒരു പുതിയ വാഹനം വാങ്ങാനും ഇവർക്ക് ഈ മാസം സാധിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർക്ക് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനമുണ്ടാകും. ഇവർക്ക് ഈ മാസം മേലുദ്യോഗസ്ഥരുടെ എതിർപ്പ് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവർക്ക് മനസമാധാനം കുറയാനിടയുണ്ട്. തീർത്ഥയാത്രകൾ നടത്താൻ അവസരം ലഭിക്കും. സാമ്പത്തികപരമായി ഈ മാസാവസാനം കൂടുതൽ ഗുണകരമാവും. അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഇവർക്ക് പല വഴികളിലൂടെയും ധാരാളം പണം വന്നു ചേരും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ഈ ജനുവരി മാസത്തിൽ ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും. വസ്തു സംബന്ധമായ ഇടപാടുകൾ നീണ്ടുപോയേക്കാം. പങ്കാളികൾ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവർ ഈ മാസം വീട് വിട്ട് കഴിയേണ്ടി വരും. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ മാസം നടക്കും. ഇവരുടെ വിദേശയാത്രയ്ക്ക് സാധ്യത തെളിയും. അതുപോലെ ഇവർക്ക് ഈ മാസാവസാനം അത്ര നല്ലതായിരിക്കില്ല. പുണർദം അവസാനകാൽ ഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഈ മാസം ഭൂമി സംബന്ധമായ ഇടപാടുകളെല്ലാം ലാഭകരമായി നടക്കും. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. നിയമപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. ഇവർക്ക് പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ കയ്യിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. അതുപോലെ അപവാദം കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം ലഭിക്കും. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. ഇവർ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. പങ്കാളിയുടെ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ചിങ്ങക്കൂറിൽ ജനിച്ച അവിവാഹിതരുടെ വിവാഹകാര്യം തീരുമാനമാകും. ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. എന്നാൽ പല കാര്യങ്ങളിലും പൂർണ്ണ ശ്രദ്ധ നൽകാൻ കഴിയാതെ വന്നേക്കാം. ചിലപ്പോൾ വീട് വിട്ട് കഴിയേണ്ട ഒരു സാഹചര്യവും ഉണ്ടായേക്കാം. രാത്രികാലങ്ങളിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ നൽകുക. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഏറെക്കാലമായി പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കാനാകും. ഇവർക്ക് ഔദ്യോഗിക യാത്രകൾ ആവശ്യമായി വരും. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കുറയാതിരിക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ഈ മാസം രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളിൽ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. കൂടാതെ വിദേശത്തു നിന്നും സാമ്പത്തിക സഹായമുണ്ടാവും. ബിസിനസ് രംഗത്ത് ഒരു പുതിയ ശൈലി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്പാദിക്കാൻ കഴിയും. അതുപോലെ ഇവർക്ക് ഈ മാസം ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്താൻ കഴിയും. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാനാകും. ഈ മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകി ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോകും. ഇവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ, ഉന്നത പഠന വിജയം, കർമ്മരംഗത്ത് പുതിയ സാധ്യതകൾ തുടങ്ങിയവ ഈ മാസം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇവർക്ക് പങ്കാളിയെക്കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. ഇവരുടെ കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. കുറച്ചു കാലമായി ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇവർക്ക് ഈ മാസം സാധിക്കും.
വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെയുള്ള വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനാകും. ഇവർക്ക് കാര്യമായ വരുമാന വർധനവ് പ്രതീക്ഷിക്കാം. കലഹങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടുമിക്ക കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കും. സാമ്പത്തിക പുരോഗതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവർ ഈ മാസം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. പ്രണയിതാക്കളുടെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമാകും. ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. കൂടാതെ ഇവർക്ക് പേരും പെരുമയും വർദ്ധിക്കും. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുക്കൂറിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടെ ചെയ്യാൻ കഴിയും. സൈനിക രംഗത്തുള്ളവർക്ക് ചില ബഹുമതികൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും. ഇവർ ഏറെക്കാലമായി ആഗ്രഹിച്ച വിദേശയാത്രയ്ക്ക് സാധ്യത തെളിയും. ഇവരുടെ ചീത്ത കൂട്ടുകെട്ടുകൾ ദോഷം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇവർക്ക് വരുമാനം മെച്ചപ്പെടുകയും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത തെളിയുകയും ചെയ്യും. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമാവും. ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. എങ്കിലും ശത്രുക്കളുടെ ഉപദ്രവം കരുതിയിരിക്കണം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൻ്റെ തുടക്കം അത്ര ഗുണകരമല്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ വളരെയധികം ശോഭനമായി മാറുന്നതാണ്. പ്രവർത്തന രംഗത്ത് സന്തോഷകരമായ മാറ്റങ്ങൾ പലതുമുണ്ടാകും. ഇവരുടെ കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായി തുടരും. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് കഴിയും. ഇവർക്ക് വിശേഷപ്പെട്ട ചില വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കും. പ്രണയിതാക്കൾ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് വിവാഹിതരാവും. സ്വന്തം പേരിന് കോട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഈ മാസം ചില ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും. തൊഴിൽ രംഗത്തു നിന്നും നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ രഹിതർ പുതിയ ജോലിയിൽ പ്രവേശിക്കും. കാർഷിക ആദായം വർദ്ധിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. ഇവർക്ക് വാഹനത്തിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് പൊതുവെ മനസമാധാനമുള്ള ഒരു മാസമാണ്. ഇവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. കൂടാതെ ഔദ്യോഗിക രംഗത്ത് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. പരീക്ഷയിൽ ഉന്നത വിജയം നേടും. ഇവരുടെ സാമ്പത്തിക നില ഭദ്രമായി തുടരും. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവർ സമൂഹ മധ്യത്തിൽ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാവും. ഗവേഷണ രംഗത്ത് ശോഭിക്കാൻ സാധിക്കും. ദൂരസ്ഥലങ്ങളിലേക്ക് കുടുംബസമേതം വിനോദയാത്ര ചെയ്യാൻ സാധിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളെയും നേരിടുന്നത് ഏറെ ഗുണം ചെയ്യും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.